വിശദമായി നോക്കാം. ചിന്നക്കനാലിനെ വിറപ്പിച്ച അരിക്കൊമ്പനെ മെരുക്കി ലോറിയിൽ കയറ്റിയ കുങ്കിയാനകളായ കോന്നി സുരേന്ദ്രനും കുഞ്ചുവും മടങ്ങി. വിക്രമിനെയും സൂര്യയെയും അടുത്ത ദിവസം തിരികെ കൊണ്ടുപോകും. അരിക്കൊമ്പനെ വരുതിയിലാക്കാൻ 2 മാസങ്ങൾക്ക് മുൻപാണ് കുങ്കിയാനകൾ എത്തിയത്. ദൌത്യമേഖലയായ സിമന്റ് പാലത്തായിരുന്നു ആദ്യ താവളം. പിന്നീട് 301 കോളനിയിലേക്ക് മാറ്റി. മുൻപ് അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ നാശം നേരിട്ട വീട്ടിലായിരുന്നു പാപ്പാന്മാരുടെ താമസം. 2017 ആനമല കലീമിന്റെ നേതൃത്വത്തിലുള്ള കുങ്കിയാനകൾ പരാജയപ്പെട്ടിടത്താണ് വിജയം നേടിയെടുത്ത് കേരളത്തിന്റെ സ്വന്തം കുങ്കിയാനകൾ മടങ്ങുന്നത്. ദൗത്യം നമ്മൾ പ്രതീക്ഷനേക്കാളും വളരെയധികം നീണ്ടുപോയി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. പിന്നെ എന്തൊക്കെ തന്നെയാണെങ്കിലും കാലതാമസം എടുത്തെങ്കിലും ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ബാച്ചിലെ 4 കുങ്കിയാനകൾ 2 കുങ്കിയാനകളിൽ നിന്ന് പുറപ്പെടും. തുടർന്നുള്ള വരും ദിവസങ്ങളിലായിട്ട് ബാക്കി 2 പേരും കൂടെ ഇവിടുന്ന് പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത് തന്നെ കുങ്കിയാനകളാണ്. യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 2 ആനിമൽ ആംബുലൻസുകളിലായാണ് ആനകളെ കൊണ്ടുപോയത്. കുഞ്ചുവിനെയും കോന്നി സുരേന്ദ്രനെയും വയനാട്ടിലെത്തിച്ച ശേഷം വാഹനങ്ങൾ തിരികെ എത്തി വിക്രമിനെയും സൂര്യയെയും കൊണ്ടുപോകും. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക ദൌത്യസേനയിലെ ഒരു സംഘവും ചിന്നക്കനാലിൽ നിന്നും മടങ്ങി. ന്യൂസ് 18 ചിന്നക്കനാൽ. പെരിയാർ ടൈഗർ റിസർവിൽ കഴിയുന്ന അരിക്കൊമ്പൻ ആരോഗ്യവാനാണെന്ന് വനം വകുപ്പ്. അരിക്കൊമ്പന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട 43 സ്ഥലങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിച്ചു. 5 കിലോമീറ്റർ പരിധിയിലാണ് അരിക്കൊമ്പന്റെ സഞ്ചാരം. പെരിയാർ ടൈഗർ റിസർവിലെ അരിക്കൊമ്പന്റെ ജീവിതം 3-ാം ദിവസത്തേക്ക് കടക്കുകയാണ്. അരിക്കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ആദ്യ ദിവസം 3 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു അരിക്കൊമ്പന്റെ സഞ്ചാരം. ഇന്നലെ ഇത് 5 കിലോമീറ്ററായി കൂടി. ആന തമിഴ്നാട് അതിർത്തിയിലേക്ക് എത്താനുള്ള സാധ്യതയും വനം വകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. അരിക്കൊമ്പന്റെ പുനരധിവാസം പെരിയാറിനും ഗുണമാകുമെന്നാണ് വനം വകുപ്പ് വിലയിരുത്തുന്നത്. അപ്പോൾ ചിന്നക്കനാലിലുള്ള എലിഫന്റ് കൺസർവേഷനും അതുപോലെ തന്നെ പെരിയാറിലുള്ള എലിഫന്റ് കൺസർവേഷനും കൂടുതൽ ഇത് പ്രയോജനപ്പെടുമെന്നുള്ളതാണ് നമുക്ക് കാണുന്ന ഒരു ജനറ്റിക് എക്സ്ചേഞ്ചും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആന ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ കടുവ സങ്കേതത്തിൽ ഈ ആന നിലയുറപ്പിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പോപ്പുലേഷനിലേക്ക് ഒരു പുതിയൊരു ജീൻ കൂടെ കടന്നു വരും. അപ്പോൾ ആ രീതിയിൽ പെരിയാർ കടുവാ സങ്കേതത്തിനും ഇത് വളരെ പ്രയോജനകരമാണ്. തേക്കടി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കീഴിൽ പ്രത്യേക സംഘമാണ് അരിക്കൊമ്പനെ നിരീക്ഷിച്ചു വരുന്നത്. 43 സ്ഥലങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളാണ് 2-ാം ദിവസം ലഭിച്ചത്. ന്യൂസ് 18 തേക്കടി. ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് മൃതദേഹം ചുമട്ടുതൊഴിലാളികൾ ചുമന്നിറക്കിയ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വിജിലൻസ് സംഘമെത്തി. ആരോഗ്യമന്ത്രിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ഡിക്രൂസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സന്ദർശനം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെത്തിയ വിജിലൻസ് സംഘം തകരാറിലായ ലിഫ്റ്റും സംവിധാനങ്ങളും പരിശോധിച്ചു. സൂപ്രണ്ട് ഡോക്ടർ രാജാറാം, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് തുടങ്ങി ആശുപത്രി അധികൃതരുമായും ചർച്ച നടത്തി. ലിഫ്റ്റ് നന്നാക്കാൻ 1 വർഷമായിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് ഇരുവരോടും ചോദിച്ചു. രോഗികളുമായും മറ്റു ജീവനക്കാരുമായും സംസാരിച്ചു. ആശുപത്രിയിലെ മറ്റ് ഭൗതിക സൗകര്യങ്ങളും വിജിലൻസ് സംഘം പരിശോധിച്ചു. 7 നിലകളുള്ള ജനറൽ ആശുപത്രിയിലെ 2 ലിഫ്റ്റുകളും തകരാറിലായിട്ട് 1 മാസത്തോളമായി. മൃതദേഹങ്ങൾ ഉൾപ്പെടെ ചുമട്ടുതൊഴിലാളികളുടെ സഹായത്തോടെയാണ് ചുമന്ന് താഴെ എത്തിക്കുന്നത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ജില്ലാ സബ് ജഡ്ജി ബി കരുണാകരന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ജില്ലാ സബ് ജഡ്ജി സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അവധിക്കാല പരിശീലന പരിപാടിയായ മാമ്പഴക്കാലത്തിന് തൃശൂർ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ക്യാമ്പിൽ യോഗ, അക്ഷരശ്ലോകം, കാവ്യകേളി, സംഗീത പഠനം, മുത്തശ്ശിക്കഥ തയ്യാറാക്കൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശീലിപ്പിക്കുക. ആദ്യ ദിനം ആയുഷ് ഗ്രാമം ട്രെയിനർ രേണുക വിനോദിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗ പരിശീലനം. ക്യാമ്പിന്റെ ഉദ്ഘാടനം KM പ്രമീള നിർവഹിച്ചു. PTA പ്രസിഡന്റ് AM ജോൺസൺ അധ്യക്ഷനായി. പ്രധാന അധ്യാപകൻ T അനിൽകുമാർ, PTA പ്രസിഡന്റ് സ്മിത വിനോദ്, കോർഡിനേറ്റർ ND നീരജ എന്നിവർ സംസാരിച്ചു. പന്തളത്ത് ജീപ്പ് നിയന്ത്രണം വിട്ട് കാറിലും സ്കൂട്ടറിലും ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. മാന്തുക സ്വദേശിനി ആര്യ, മിലാക്ഷൻ എന്നിവരുടെ സ്കൂട്ടറിലാണ് ജീപ്പ് ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരനായ കൊല്ലം കൈപ്പറ്റ സ്വദേശി മിലാക്ഷനെ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 10-നാണ് പന്തളത്ത് നിന്നും അടൂരിലേക്ക് വരികയായിരുന്ന ജീപ്പ് പുറമ്പാല ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട് കാറിലും 2 സ്കൂട്ടറിലും ഇടിച്ച ശേഷം സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറിയത്.
കൊട്ടാരക്കര പേരുംകുളം റോഡിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. അപകട സൂചനാ ബോർഡുകളോ റിഫ്ലക്ടറുകളോ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കാറും ഒരു ഓട്ടോയും ഇവിടെ റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിഞ്ഞിരുന്നു. പേരുംകുളം സൊറവരമ്പിന് സമീപമാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. കൊടുംവളവും റോഡരികിലെ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുമാണ് അപകട കാരണം. നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടപ്പോഴും അപകട ഭീഷണി അധികൃതരെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടാകുന്നില്ലെന്നാണ് പരാതി. കൃഷിയിടമാണതല്ലേ? കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിയന്ത്രണം നഷ്ടമായ വാഹനം തലകീഴായി കൃഷിയിടത്തിലേക്ക് മറിയുകയും ഡ്രൈവർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപകടം നടന്ന അതേ സ്ഥലത്ത് ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ താഴ്ചയിലേക്ക് മറിയുകയും ചെയ്തു. ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ബൈക്ക് യാത്രികന്റെ വലതുകൈ ഒടിഞ്ഞുപോയി. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കൈവരിയിൽ സേഫ്റ്റി ഒന്നുമില്ല. ഇവിടെ സർക്കാർ ഇതിനെന്തോരു മെയിൻ നടപടി സ്വീകരിച്ചാലേ ഒക്കത്തുള്ളൂ. ഇവിടെ ഭയങ്കര അഗാധമായ കുഴിയാണ്, പൊക്കമാരി കിടക്കുകയാണ്. ഒരു കാറും ഒരു ആട്ടോയും വൻ അപകട ഭീഷണി മുൻകരിക്കുകയാണ്. അപകടം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അധികൃതർ റോഡിന്റെ വശങ്ങളിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. കുറ്റിപ്പുറം ടൗണിലെ റൗണ്ട് എബൌട്ട് പൊളിച്ചു നീക്കിയത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് റൗണ്ട് എബൌട്ട് പൊളിച്ചത്. കുറ്റിപ്പുറം പാലം കഴിഞ്ഞയുടൻ കുറ്റിപ്പുറം ടൗണിലേക്കും ടൗണിൽ പോകാതെ വളാഞ്ചേരി തിരൂർ ഭാഗത്തേക്കും പോകാൻ റോഡുകൾ പിരിയുന്നതായിരുന്നു റൗണ്ട് എബൌട്ട്. ദേശീയപാത 4 വരിയെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് പൊളിച്ചു നീക്കിയത്. ഇതിനു പിന്നാലെ പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയായി. ഹൈവേ ജംഗ്ഷന്റെ തെക്കു ഭാഗത്തു നിന്നും വടക്കു ഭാഗത്തു നിന്നും വാഹനങ്ങൾ കുറ്റിപ്പുറം ടൗണിലേക്ക് പ്രവേശിച്ചിരുന്നത് നിലവിലുള്ള റൗണ്ട് എബൌട്ടിന്റെ ഇരുവശങ്ങളിലൂടെയുമായിരുന്നു. റൗണ്ട് എബൌട്ട് പൊളിച്ചു നീക്കിയതോടെ വാഹനങ്ങൾ തോന്നുന്നതുപോലെ കടന്നുപോകുന്നതാണ് പ്രശ്നമുണ്ടാക്കുന്നത്. നമ്മുടെ കുറ്റിപ്പുറം ടൗണിന്റെ സിഗ്നൽ കാൽനട യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഉണ്ട്. നിയന്ത്രണമില്ല. ഒരു പോലീസ് ഹോം ഗാർഡോ എന്തെങ്കിലും ഒരു ട്രാഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. ഹൈവേ ജംഗ്ഷൻ വഴിയുള്ള വാഹനയാത്രയുടെ വേഗം നിയന്ത്രിക്കാനും അപകട സാധ്യത കുറയ്ക്കാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 തിരൂർ. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ കോതമംഗലം ലീഗൽ സർവീസസ് കമ്മിറ്റിയും KGUവും ചേർന്ന് ആദരിച്ചു. തഹസിൽദാർമാരായ റേച്ചൽ കെ വർഗീസ്, KM നാസർ, കോതമംഗലം മർത്തോമ ചെറിയപ്പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ, ട്രസ്റ്റി ബിനോയ് മണ്ണഞ്ചേരി, ഊന്നുകൽ SI സിദ്ദിഖ്, കോതമംഗലം ASI രഘുനാഥ്, സംരംഭക ആശ ലില്ലി തോമസ് എന്നിവരെയാണ് ആദരിച്ചത്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ രഞ്ജിത്ത് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KGU മേഖലാ പ്രസിഡന്റ് PA സോമൻ അധ്യക്ഷത വഹിച്ചു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്രൂരമായി മർദ്ദിച്ചു. വർക്കല വെട്ടൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് 12ഓടെയായിരുന്നു സംഭവം. വർക്കല വിളഭാഗം സ്വദേശി കൃഷ്ണരാജാണ് പെൺകുട്ടിയെ മർദ്ദിച്ചത്. ട്യൂട്ടോറിയലിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി ബസ്സിൽ വെച്ചും കുട്ടിയെ ശല്യം ചെയ്തതായി പറയുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടിയെ യുവാവ് നടു റോഡിൽ വെച്ച് മുടിക്ക് കുത്തിപ്പിടിച്ച് കരണത്തടിച്ചു. തുടർന്ന് പെൺകുട്ടി നിലത്ത് വീഴുകയായിരുന്നു. ഇടുക്കി ജില്ലയിൽ നാളെ കടയടപ്പ് സമരം. ഇടുക്കി ജില്ലയെ സർക്കാർ അവഗണിക്കുന്നെന്നാരോപിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടയടപ്പ് സമരം. പണിമുടക്കിന്റെ ഭാഗമായി അടിമാലിയിൽ സത്യാഗ്രഹ സമരം നടക്കും. 1964 ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യുക, നിർമ്മാണ നിരോധനം പിൻവലിക്കുക, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർധനവ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളാണ് വ്യാപാര സമൂഹം ഉന്നയിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കുക, വന്യമൃഗശല്യത്തിൽ നിന്നും ജില്ലയിലെ ജനങ്ങളെ ശാശ്വതമായി സംരക്ഷിക്കുക, വർദ്ധിപ്പിച്ച കെട്ടിട നികുതിയും വീട് പണിയുന്നതിന് പോലുമുള്ള പെർമിറ്റ് ഫീസും അടക്കമുള്ള ഫീസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെയ് 3-ാം തീയതി ബുധനാഴ്ച രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കടകൾ അടച്ച് പണിമുടക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കാർഷിക കേരളം.
കോതമംഗലത്ത് ജൈവ രീതിയിൽ കൃഷി നടത്തിയ ഷമാമിന് 100 മേനി വിളവ് കിട്ടിയ വിശേഷമാണ് ഇനി. നമ്മുടെ നാട്ടിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഷമാമിൽ മികച്ച വിളവെടുത്തിരിക്കുന്നത് വാരപ്പെട്ടിയിലെ കർഷകനായ അബുവാണ്. പൂനെയിൽ നിന്നും വിത്ത് വരുത്തിയായിരുന്നു കൃഷി. നാട്ടിലെ ജ്യൂസ് കടകളിലാണ് ഷമാം പതിവായി കാണുന്നത്. നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങളിൽ അധികമില്ല കൃഷി. വെറുതെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് കോതമംഗലം വാരപ്പെട്ടിയിലെ അബു ചമായത്ത് ഷമാം കൃഷി ആരംഭിച്ചത്. പൂനെയിൽ നിന്ന് വിത്ത് കൊണ്ടുവന്നായിരുന്നു കൃഷി. പൂർണ്ണമായി ജൈവ കൃഷി രീതികളാണ് ചെയ്തത്. മൈലൂർ ചെമ്മായത്തെ 30 സെന്റ് ഭൂമിയിൽ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന കൃഷിവകുപ്പ് പദ്ധതി പ്രകാരം നടത്തിയ കൃഷി വിളവിലെത്തിയപ്പോൾ 100 മേനി. അറബ് രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈ ഷമാം കൃഷി ഇവിടെ ഇത് നടുവാൻ നമ്മുടെ ജിൻസ് മുൻകൈ എടുത്താണ് ഞങ്ങളോടിത് പറഞ്ഞ് ഇത് നടുവാനുള്ള വിത്തുകളൊക്കെ കുണം തന്നത്. അത് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിലൊന്ന് നട്ടുനോക്കിയതാണ്. അത് വിജയമായിരുന്നു. ആരോഗ്യ ഗുണങ്ങളുടെ കലവറയായി വിശേഷിപ്പിക്കപ്പെടുന്നതാണ് ഷമാം. ധാതുക്കൾ, ജീവകം, പൊട്ടാസ്യം, ഭക്ഷ്യനാരുകൾ എന്നിവയാൽ സമൃദ്ധമാണ് ഇത്. പഞ്ചായത്ത് അംഗം കെ ഹുസൈൻ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കാർഷിക വികസന സമിതി അംഗം KS അലിക്കുഞ്ഞ, കോതമംഗലം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ലത്തീഫ് കുഞ്ചാട്ട, കൃഷി അസിസ്റ്റന്റ് VK ജിൻസ്, കർഷകരായ അഷ്റഫ് വടക്കേ വീട്ടിൽ, CH അബു, ഷാനു കുന്നേൽ, ഖാദർ വടക്കേ വീട്ടിൽ, അൽഫിയ ഫാത്തിമ, ഗസൽ അബൂബക്കർ എന്നിവർ വിളവെടുപ്പിൽ പങ്കെടുത്തു. ന്യൂസ് 18 കോതമംഗലം. പട്ടാമ്പിയിലെ 10ാം ക്ലാസ്സുകാരി ശ്രദ്ധ ക്യാൻവാസിൽ ചിത്രം വരച്ച് വിസ്മയിപ്പിക്കുകയാണ്. കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ വന്നപ്പോൾ വരച്ചു തുടങ്ങിയ ശ്രദ്ധയുടെ ചിത്രങ്ങൾ ഇന്ന് ഏറെ പേരെയാണ് ആകർഷിക്കുന്നത്. ജീവനുള്ള ചിത്രങ്ങൾക്ക് തുല്യമാണ് ശ്രദ്ധ വരയ്ക്കുന്ന ചിത്രങ്ങൾ. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് വരച്ചു തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ ചിത്രം വരയിൽ സജീവമായിരിക്കുകയാണ് ശ്രദ്ധ. മികവാർന്നതും വിസ്മയിപ്പിക്കുന്നതുമാണ് ഈ കൊച്ചുമിടുക്കിയുടെ കൈകളിൽ വിരിയുന്ന ചിത്രങ്ങൾ. വാട്ടർ കളർ, ഓയിൽ പെയിന്റിംഗ്, കളർ പെൻസിലിംഗ്, പെൻസിൽ ഡ്രോയിങ്, സ്റ്റെൻസിൽ ആർട്ട് തുടങ്ങിയവയാണ് ശ്രദ്ധ വരയ്ക്കുന്നത്. ഇതോടൊപ്പം ശ്രദ്ധ വരയ്ക്കുന്ന പോർട്രേറ്റ് ചിത്രങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ്. ലോക്ക്ഡൗൺ കാലത്താണ് കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ നല്ല ഇഷ്ടമാണ്. എൻ്റെ പാഷനും അതാണ്, ഹോബി അതാണ്. പിന്നെ ലോക്ക്ഡൗൺ ടൈമിൽ ഓരോ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടും അങ്ങനെ പഠിച്ച വരെയാണ് പോയി കണ്ടത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിത്രരചനയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് യൂട്യൂബിന്റെ സഹായത്തോടെയാണ് ചിത്രരചന കൂടുതലായി പഠിക്കുന്നത്. സ്കൂൾ തല കലോത്സവങ്ങളിൽ ചിത്രരചനാ മത്സരങ്ങൾക്ക് ഏറെ സമ്മാനങ്ങളും ശ്രദ്ധയെ തേടിയെത്തിയിട്ടുണ്ട്. SSLC പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന ശ്രദ്ധ പട്ടാമ്പി മൂർക്കാട്ട് പറമ്പിൽ ഗീതാഞ്ജലിയിൽ നാരായണന്റെയും ഗീതയുടെയും 2 മക്കളിൽ ഇളയ മകളാണ്. ന്യൂസ് 18 പട്ടാമ്പി. ഫോർട്ട് കൊച്ചിയിലും വൈപ്പിൻ തീരത്തും ചാളയുടെ ചാകര. ഫോർട്ട് കൊച്ചിയിലും വൈപ്പിൻ റോ ജങ്കാർ ജെട്ടിക്കരികിലുമായിരുന്നു ചാകര എത്തിയത്. ശ്രീത, ഇന്ന് 7 മണിക്ക് ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് റെഡിയല്ലേ? ഇന്നത്തെ വിഷയം മൊബൈൽ ഫോണും കുട്ടികളും. ഇപ്പൊ റെഡിയാണല്ലോ, പിന്നെ എന്താ നീ പേടിക്കണേ? രാഹുൽജി, സബ്ജക്ട്സ് അറിയാലോ അല്ലേ? മൊബൈൽ ഫോണിനെ കുറിച്ചൊക്കെ. സർ, ചാനലിൽ നിന്ന് വണ്ടി അയക്കണോ? വേണ്ടല്ലോ, റെഡിയല്ലേ സർ? പട്ടാമ്പിയിലെ 10ാം ക്ലാസ്സുകാരി ശ്രദ്ധ ക്യാൻവാസിൽ ചിത്രം വരച്ച് വിസ്മയിപ്പിക്കുകയാണ്. കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ വന്നപ്പോൾ വരച്ചു തുടങ്ങിയ ശ്രദ്ധയുടെ ചിത്രങ്ങൾ ഇന്ന് ഏറെ പേരെയാണ് ആകർഷിക്കുന്നത്. ജീവനുള്ള ചിത്രങ്ങൾക്ക് തുല്യമാണ് ശ്രദ്ധ വരയ്ക്കുന്ന ചിത്രങ്ങൾ. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് വരച്ചു തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ ചിത്രം വരയിൽ സജീവമായിരിക്കുകയാണ് ശ്രദ്ധ. മികവാർന്നതും വിസ്മയിപ്പിക്കുന്നതുമാണ് ഈ കൊച്ചുമിടുക്കിയുടെ കൈകളിൽ വിരിയുന്ന ചിത്രങ്ങൾ. വാട്ടർ കളർ, ഓയിൽ പെയിന്റിംഗ്, കളർ പെൻസിലിംഗ്, പെൻസിൽ ഡ്രോയിങ്, സ്റ്റെൻസിൽ ആർട്ട് തുടങ്ങിയവയാണ് ശ്രദ്ധ വരയ്ക്കുന്നത്. ഇതോടൊപ്പം ശ്രദ്ധ വരയ്ക്കുന്ന പോർട്രേറ്റ് ചിത്രങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ്. ലോക്ക്ഡൗൺ കാലത്താണ് കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ നല്ല ഇഷ്ടമാണ്. എൻ്റെ പാഷനും അതാണ്, ഹോബി അതാണ്. പിന്നെ ലോക്ക്ഡൗൺ ടൈമിൽ ഓരോ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടും അങ്ങനെ പഠിച്ച വരെയാണ് പോയി കണ്ടത്.
6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിത്രരചനയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് യൂട്യൂബിന്റെ സഹായത്തോടെയാണ് ചിത്രരചന കൂടുതലായി പഠിക്കുന്നത്. സ്കൂൾ തല കലോത്സവങ്ങളിൽ ചിത്രരചനാ മത്സരങ്ങൾക്ക് ഏറെ സമ്മാനങ്ങളും ശ്രദ്ധയെ തേടിയെത്തിയിട്ടുണ്ട്. SSLC പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന ശ്രദ്ധ പട്ടാമ്പി മൂർക്കാട്ട് പറമ്പിൽ ഗീതാഞ്ജലിയിൽ നാരായണന്റെയും ഗീതയുടെയും 2 മക്കളിൽ ഇളയ മകളാണ്. ന്യൂസ് 18 പട്ടാമ്പി. ഫോർട്ട് കൊച്ചിയിലും വൈപ്പിൻ തീരത്തും ചാളയുടെ ചാകര. ഫോർട്ട് കൊച്ചിയിലും വൈപ്പിൻ റോ ജങ്കാർ ജെട്ടിക്കരികിലുമായിരുന്നു ചാകര എത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് തിരമാലകൾക്കൊപ്പം ചാളക്കൂട്ടങ്ങൾ അടിച്ചു കയറുകയായിരുന്നു. അപ്പ് വെല്ലിംഗ് എന്ന പ്രതിഭാസമാണ് ഇത്തരത്തിൽ ചാളകൾ ഉപരിതലത്തിലെത്താനുള്ള കാരണമെന്ന് വിദഗ്ധർ. ഒരാഴ്ചക്കിടെ 3ാം തവണയാണ് ഫോർട്ട് കൊച്ചി കടൽ തീരത്ത് ചാളകൾ തിരയ്ക്കൊപ്പം തീരത്തെത്തുന്നത്. ആരാധകരെ ശാന്തരാകും. കാർഷിക കേരളം. കോതമംഗലത്ത് ജൈവ രീതിയിൽ കൃഷി നടത്തിയ ഷമാമിന് 100 മേനി വിളവ് കിട്ടിയ വിശേഷമാണ് ഇനി. നമ്മുടെ നാട്ടിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഷമാമിൽ മികച്ച വിളവെടുത്തിരിക്കുന്നത് വാരപ്പെട്ടിയിലെ കർഷകനായ അബുവാണ്. പൂനെയിൽ നിന്നും വിത്ത് വരുത്തിയായിരുന്നു കൃഷി. നാട്ടിലെ ജ്യൂസ് കടകളിലാണ് ഷമാം പതിവായി കാണുന്നത്. നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങളിൽ അധികമില്ല കൃഷി. വെറുതെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് കോതമംഗലം വാരപ്പെട്ടിയിലെ അബു ചമായത്ത് ഷമാം കൃഷി ആരംഭിച്ചത്. പൂനെയിൽ നിന്ന് വിത്ത് കൊണ്ടുവന്നായിരുന്നു കൃഷി. പൂർണ്ണമായി ജൈവ കൃഷി രീതികളാണ് ചെയ്തത്. മൈലൂർ ചെമ്മായത്തെ 30 സെന്റ് ഭൂമിയിൽ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന കൃഷിവകുപ്പ് പദ്ധതി പ്രകാരം നടത്തിയ കൃഷി വിളവിലെത്തിയപ്പോൾ 100 മേനി. അറബ് രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈ ഷമാം കൃഷി ഇവിടെ ഇത് നടുവാൻ നമ്മുടെ ജിൻസ് മുൻകൈ എടുത്താണ് ഞങ്ങളോടിത് പറഞ്ഞ് ഇത് നടുവാനുള്ള വിത്തുകളൊക്കെ കുളിർ തന്നത്. അത് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിലൊന്ന് നട്ടുനോക്കിയതാണ്. അത് വിജയമായിരുന്നു. ആരോഗ്യ ഗുണങ്ങളുടെ കലവറയായി വിശേഷിപ്പിക്കപ്പെടുന്നതാണ് ഷമാം. ധാതുക്കൾ, ജീവകം, പൊട്ടാസ്യം, ഭക്ഷ്യനാരുകൾ എന്നിവയാൽ സമൃദ്ധമാണ് ഇത്. പഞ്ചായത്ത് അംഗം KK ഹുസൈൻ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കാർഷിക വികസന സമിതി അംഗം KS അലിക്കുഞ്ഞ, കോതമംഗലം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ലത്തീഫ് കുഞ്ചാട്ട, കൃഷി അസിസ്റ്റന്റ് VK ജിൻസ്, കർഷകരായ അഷ്റഫ് വടക്കേ വീട്ടിൽ, CH അബു, ഷാനു കുന്നേൽ, ഖാദർ വടക്കേ വീട്ടിൽ, അൽഫിയ ഫാത്തിമ, ഗസൽ അബൂബക്കർ എന്നിവർ വിളവെടുപ്പിൽ പങ്കെടുത്തു. ന്യൂസ് 18 കോതമംഗലം. കരാട്ടയിലും കൃഷിയിലും ഒന്നിനൊന്ന് മികവ് കാട്ടുകയാണ് തൃശൂർ കൊടകര സ്വദേശിനി സുമി. സ്വയം കൃഷി ചെയ്യുന്നതിനൊപ്പം ആനന്ദപുരത്തെ ഹരിശ്രീ കലാക്ഷേത്രയിൽ കരാട്ട പഠിക്കാനെത്തുന്ന കുട്ടികളെ കൂടി കൃഷിയുടെ വഴിയിൽ കൊണ്ടുവരുന്നുണ്ട് ഇവർ. ആയോധന കല പഠിക്കുന്നതിനൊപ്പം വിഷമയമില്ലാത്ത പച്ചക്കറി കഴിക്കേണ്ടത് ആരോഗ്യത്തിന് അനിവാര്യമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ സുമി നൽകുന്നത്. കൊടകര ആനന്ദപുരത്തുള്ള ഹരിശ്രീ കലാക്ഷേത്രത്തിലെത്തിയാൽ ചുറ്റും നിറയെ പച്ചക്കറികൾ തഴച്ചു വളരുന്നത് കാണാം. വെണ്ടയും വഴുതനയും ചീരയും തക്കാളിയും പച്ചമുളകുമെല്ലാം വിളപ്പിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ പഠിക്കാനെത്തുന്ന കുട്ടികളാണ് മുഖ്യ കർഷകർ. 4 മാസം മുൻപ് നട്ട പച്ചക്കറികൾ പലതും വിളവെടുപ്പിന് പാകമായി. ഇവിടെ കൃഷി ചെയ്തു തുടങ്ങിയ പല കുട്ടികളും സ്വന്തം വീടുകളിലും പച്ചക്കറി കൃഷി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ചെയ്ത പച്ചക്കറി തോട്ടാണ്. അപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഇതുപോലെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. അവരവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. കരാട്ട പ്രാക്ടീസിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടി ചെയ്യാന്നുള്ളൊരു ഇതിൽ ഈ വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടത്തെ ഞങ്ങൾ കുറച്ച് നാളെ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അവധിക്കാലമായതോടെ കൂടുതൽ കുട്ടികൾ ഇവിടെ കരാട്ടെ പഠിക്കാൻ എത്തുന്നുണ്ട്. മുതിർന്നവർക്കും പരിശീലനമുണ്ട്. മക്കളായ കൃഷ്ണേന്ദുവിനും കൃഷ്ണപ്രിയയ്ക്കുമൊപ്പം കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ സുമി ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഭരതനാട്യം നർത്തകി കൂടിയാണ് ഇവർ. മുൻപ് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ ഗാനാർച്ചന നടത്തി സംഗീതത്തിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഗുരുവായൂർ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഐരവൺ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും കോന്നി കുമ്മണ്ണൂർ മുളന്തറയിൽ നടന്നു. പരിപാടികളുടെ ഉദ്ഘാടനം കോന്നി SHO C ദേവരാജൻ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് റഷീദ് മുളന്തറ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സാമൂഹിക പ്രവർത്തക ഡോക്ടർ MS സുനിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ, ചികിത്സാ ധനസഹായ വിതരണം, വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം, മഹിളാ വിംഗ് ഉദ്ഘാടനം, കലാപരിപാടികൾ എന്നിവ നടന്നു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5560 രൂപ, പവന് 44,480 രൂപ. വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോയ്ക്ക് 81,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3815 രൂപ, ഔൺസിന് 1,18,660 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ